മന്ത്രി കെ എം ഷാജിക്ക് വല്ലാത്ത നിർബന്ധമാണ് എംബ്ലം വെച്ചേ പറ്റുമെന്നുള്ള രീതിയിൽ. അതിന് കെ എം ഷാജി തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം മോദിയുടെ പ്രവർത്തികളെ കെ എം ഷാജിക്ക് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത ഈഡ് റെയ്ഡ് നേരെ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവന്മാർ പേടിക്കാതിരിക്കുമോ? നട്ടലുള്ള ഒരു ഭരണാധികാരിയുടെയും നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ഒരു നേതാവിന്റെയും വ്യത്യാസം ഇതാ. പിണറായി വിജയൻ PM3 ഒപ്പിട്ടത് ജനങ്ങളോട് കൃത്യമായി കത്തയച്ചു. അത് ഒരുത്തന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ പൈസയാണ്, ജനത്തിന്റെ നികുതി പൈസ. അല്ലാതെ ഇതിപ്പോൾ ആര് വീട് വെച്ച് കൊടുത്താലും, കമ്മ്യൂണിസ്റ്റ് വെച്ച് കൊടുത്താലും, കോൺഗ്രസ് വെച്ച് കൊടുത്താലും, BJP വെച്ച് കൊടുത്താലും, ഇനി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നെങ്കിൽ പോലും അത് ജനങ്ങളുടെ നികുതി പൈസയാണ്. അല്ലാതെ നരേന്ദ്രമോദിയുടെ സ്വത്തിൽ നിന്ന് എടുത്ത് പാതി ബാങ്ക് ബാലൻസിൽ നിന്ന് കൊണ്ടുതരുന്നതോ കെ എം ഷാജിയുടെ വീട്ടിൽ നിന്ന് ബാങ്ക് ബാലൻസിൽ നിന്ന് പകുതി എടുത്ത് തരുന്നത് ഒന്നുമല്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഒരുത്തന്റെ ഔദാര്യമല്ലത്, അവർക്ക് ആ തോന്നരുത് ആ പാവങ്ങൾക്ക്. അപ്പൊ അത് വെച്ചേ തീരൂന്ന് പറയാനാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ. ഷാജി സാറേ, രണ്ട് നിലപാടെടുക്കല്ലേ സാറേ. ആദ്യം ഇലക്ഷന് മുമ്പ് നിങ്ങൾ മുസ്ലിം ലീഗിലെ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിനെ എതിർത്തപ്പോഴും ഇപ്പൊ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് ഊഹിക്കാൻ നമ്മളും ചോറൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊരു നട്ടൽ ഒരു ധൈര്യം കാണിക്കണം. ഒരു നേതാവല്ലേ തന്നെ, ഇത്ര വോട്ട് കിട്ടിയ നേതാവല്ലേ രണ്ടുപേര്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും എതിർക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. അടുത്ത ഈട് റെയ്ഡ് വരുന്നതിന്റെ ടെൻഷനായി ഉമാർക്ക്. അതാ മുസ്ലിമിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായത്. അതുകൊണ്ട് ഉമാർ സപ്പോർട്ട് ചെയ്യും. മോദി എന്ത് വൃത്തിയത് അടിച്ചാലും ഇനി സപ്പോർട്ട് ചെയ്യും. പോരാതെ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മറ്റേ വിളക്ക് കൊളുത്തി കൊടുത്തേ സവർക്കറിന്റെ ഫോട്ടോയില്. അപ്പൊ ഇതൊക്കെ നമ്മൾ ജനം പ്രതീക്ഷിക്കണം.